തിരുവനന്തപുരത്ത് 22-കാരനെ കാണാനില്ലെന്ന പരാതി ഉയർന്നു. പേട്ട സ്വദേശി ഷാനു ഹമീദിനെയാണ് കാണാതായിരിക്കുന്നത്. ടയർ കടയിലെ ജീവനക്കാരന് ഷാനുവിന് ഇത്തിരി മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. കടയുടമ വഴക്ക് പറഞ്ഞു. അതിനെ തുടർന്ന് പിണങ്ങി പോവുകയായിരുന്നു. എൻ്റെ മോൻ വർഷാപ്പിൽ പോയി പേട്ട കേരളമേതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പഞ്ചർ കടയിലാണ് അവൻ ജോലിക്ക് നിന്ന് പഠിച്ചതും ജോലി ചെയ്യുന്നതും അവിടെയാണ്. ഇന്നലെ രാവിലെ അവൻ പോയി വർഷാപ്പ് തുറന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അയാൾ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി അവനെ വഴക്ക് പറഞ്ഞു. ദേഷ്യത്തിൽ വഴക്ക് പറഞ്ഞപ്പോൾ അവൻ വർഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. സാധാരണ അടുത്ത കടയിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോയാലും അവൻ പറഞ്ഞിട്ടേ പോണത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം അവൻ പറയാതെ ഇറങ്ങിപ്പോയി. എവിടെ പോയെന്ന ഒരു വിവരമില്ല സാർ. ഇന്നലെ രാവിലെ 10 മണി തൊട്ട് അന്വേഷിക്കുകയാണ്. അവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ആഹാരം കഴിക്കാനോ വെള്ളം വാങ്ങിച്ച് കുടിക്കാനോ ഒന്നിന് 5 പൈസ ഇല്ല. അവനറിയത്തില്ല. ഒരാളത്ത് ചോദിച്ച് വാങ്ങിച്ച് കുടിക്കാൻ പോലും അറിയത്തില്ല. മാനസികമായിട്ട് ഇച്ചിരി വെല്ലുവിളി തന്നെ ഉള്ള കുട്ടിയാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പിതാവാണ് ഇപ്പോൾ പ്രതികരിച്ചത്. പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN തിരുവനന്തപുരം പേട്ട അത്താണി ലൈനിൽ താമസിക്കുന്ന ഷാഹുൽ ഹമീദിന്റെ 22 വയസ്സ് പ്രായമുള്ള മകൻ ഷാനു ഹമീദിനെയാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ കാണാനില്ലാത്തത്. ഈ പേട്ടയിൽ ഒരു ടയർ കടയിൽ കഴിഞ്ഞ 5 വർഷമായി ഷാനു ഹമീദ് ജോലി ചെയ്യുകയാണ്. ഇന്നലെ ഈ കട ഉടമ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ആ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ് പിതാവ് പറയുന്നത്. ഈ 60% മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരാൾ കൂടിയാണ് ഷാനു ഹമീദ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഈ ബന്ധുക്കൾ പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും ഷാനു ഹമീദിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മൊബൈൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും അത്തരത്തിലൊരു കണ്ടെത്തലോ കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പേട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഈ ടയർ കടയുള്ളത്. ഇനി ട്രെയിനിലെങ്ങാനും കയറിപ്പോയെന്നുള്ള ഒരു സംശയവും കുടുംബത്തിനുണ്ട്. ഈ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഷാനുവിന്റെ ഫോട്ടോ ഉൾപ്പെടെ കുടുംബം നൽകിയിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന ഷാനുവിനെ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ പേട്ട പോലീസിലോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസും നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.